ദേവലോകന്മാർ ബെസൂലിയസ് പബ്ലിക് സ്കൂളിന്റെ പേരിൽ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളെല്ലാവരെയും ഈ മാധ്യമ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കഴിഞ്ഞ 25 വർഷമായി ദേവലോകത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് മാർ ബെസൂലിയസ് പബ്ലിക് സ്കൂൾ. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 25 വർഷമായി കോട്ടയത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് നേതൃത്വപരമായ കർമ്മങ്ങൾ ചെയ്യുവാൻ തക്കൊണ്ട് നിങ്ങൾക്കിടയായി ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ വർഷം ഞങ്ങളുടെ 25ാമത് വാർഷികവും അതോടൊപ്പം ഞങ്ങളുടെ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ആരംഭവുമാണ്. തീർച്ചയായും ഒരു ചരിത്ര മുഹൂർത്തം എന്ന രീതിയിൽ അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാനും മറ്റുള്ളവരോട് ഈ വലിയ സംഭവത്തെ കുറിച്ച് പറയാനും കൂടിയാണ് ഈ മാധ്യമ സമ്മേളനം വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. സഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ, പരിശുദ്ധ കാതോലിക്ക ബാബായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂൾ എന്ന രീതിയിൽ അക്കാദമിക് തലത്തിലും കലാകായിക മേഖലയിലുമൊക്കെ വളരെ മികവ് പുലർത്തുന്ന സ്ഥാപനമാണ് മാർ ബെസൂലിയസ് പബ്ലിക് സ്കൂൾ. തീർച്ചയായും അതിന്റെ 25 വർഷം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ചരിത്ര മുഹൂർത്തം എന്ന പോലെ തന്നെ കോട്ടയത്തെ സംബന്ധിച്ച് ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. ഈ സുവർണ അവസരത്തിൽ നിങ്ങളെ ഞങ്ങൾ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ 25ാം വർഷം എന്തൊക്കെയാണ് മാർ ബെസൂലിയസ് പബ്ലിക് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ മേഖലയിലും ഒക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ പരിപാടികളാണ് ഈ സിൽവർ ജൂബിലിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ സ്കൂളിന്റെ സെക്രട്ടറി കൂടിയായിരിക്കും ബഹുമാനപ്പെട്ട പ്രൊഫസർ ജേക്കബ് നോണാട്ട് സാറ് പ്രത്യേകമായി നിങ്ങളെ അറിയിക്കും. മാർ ബെസേലിയോസ് പബ്ലിക് സ്കൂൾ സ്ഥാപിതമായിട്ട് 25 വർഷങ്ങൾ പൂർത്തിയാവുന്നു. സിൽവർ ജൂബിലിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഈ വരുന്ന ശനിയാഴ്ച ഡിസംബർ 6-ാം തീയതി ശനിയാഴ്ച 2:30 മണിക്ക് നടത്തപ്പെടുകയാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് സ്കൂളിന്റെ രജത ജൂബിലിക്ക് തിരി കൊടുത്തു. വിവിധങ്ങളായ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മഹനീയ വ്യക്തിത്വങ്ങളുടെയൊക്കെ സാന്നിധ്യം തദവസരത്തിൽ ഉണ്ടാവും. ജൂബിലിയോട് അനുബന്ധിച്ച് നടപ്പാക്കുന്ന ഭവന പദ്ധതിയുടെ ഉദ്ഘാടനം ബഹുമാന്യനായ MP ശ്രീ കെ ഫ്രാൻസിസ് ജോർജ് നിർവഹിക്കും. അതുപോലെ സിൽവർ ജൂബിലി ലോഗോയുടെ പ്രകാശനം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് ബഹുമാനപ്പെട്ട MLA നിർവഹിക്കുന്നതാണ്. ഈ ജൂബിലി വർഷത്തിലെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പരിപാടികളിലേക്ക് ഒന്ന് കടക്കാം. ആദ്യമായി മുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുർബല വിഭാഗങ്ങൾക്ക് 5ഓളം വീടുകൾ വെച്ച് കൊടുക്കുക എന്നുള്ള ഒരു സംരംഭമാണ് ജൂബിലിയുടെ സ്മാരകമായി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്കൂളിലെ സബോർഡിനേറ്റ് സ്റ്റാഫിൽപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടെ ധാരാളം പേര് സ്വന്തമായിട്ടൊരു കൂലിയില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് 4-5 പേരെ കണ്ടെത്തി വീടുകൾ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് ഒരു മെഗാ ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം ഒക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് 5 ഭവനങ്ങൾ ഈ ജൂബിലി വർഷത്തിൽ നിർമ്മിച്ച് നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട MP ശ്രീ ഫ്രാൻസിസ് ജോർജ് ഈ ശനിയാഴ്ച നിർവഹിക്കുന്നത്. അതോടൊപ്പം ഇന്ന് വിദ്യാഭ്യാസ രംഗം ഏറെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഉന്നത വിദ്യാഭ്യാസം മാത്രമല്ല, സ്കൂൾ വിദ്യാഭ്യാസവും ഒക്കെ ഒത്തിരി കാതലായ മാറ്റങ്ങളുടെ കാലത്തൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് ഒരു മുഴുദിന പരിപാടിയായിട്ട് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ശ്രീ ശശി തരൂർ MP, CBSEയുടെ ഡയറക്ടർ, വൈസ് ചാൻസലർമാർ, ദേശീയ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പൽമാർ തുടങ്ങിയവര് വന്ന് നേതൃത്വം നൽകുന്ന, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറെ ഏജൻസികളും ആളുകളും വന്ന് പങ്കെടുക്കുന്ന ഒരു മുഴുദിന വിദ്യാഭ്യാസ കോൺക്ലേവ് ആണ് സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി. അതുപോലെ
ISROയുമായി സഹകരിച്ച് ഒരു ശാസ്ത്ര ബഹിരാകാശ പ്രദർശനവും ശില്പശാലയും ഞങ്ങളുടെ ഉദ്ദേശത്തിലുണ്ട്. അതുപോലെ ഒരു പുസ്തക പ്രദർശനവും റോബോട്ടിക് ശില്പശാലയും നടത്തുന്നു. സ്കൂളിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ചെറിയ റോബോട്ടിക് ലാബ് ഉണ്ട്. +2 തലത്തിൽ, ഹയർ സെക്കൻഡറി തലത്തിൽ റോബോട്ടിക്സ് ഇന്നൊരു പഠന വിഷയം കൂടിയാണല്ലോ. അതിന്റെ സാധ്യതകളൊക്കെ ആരാഞ്ഞുകൊണ്ട് ഒരു റോബോട്ടിക് ശില്പശാലയും ക്രമീകരിക്കും. പരുമല ആശുപത്രിയുമായി സഹകരിച്ച് ഒരു ആരോഗ്യ പരിശോധന ക്യാമ്പ്, അത് സ്കൂളിലെ സ്റ്റാഫിനും വിദ്യാർത്ഥികൾക്കും മാത്രമല്ല സമീപവാസികൾക്കും പ്രയോജനപ്പെടത്തക്ക രീതിയിൽ ഒരു മെഗാ ആരോഗ്യ പരിശോധന ക്യാമ്പ് ഞങ്ങളുടെ പരിഗണനയിലുണ്ട്. അതുപോലെ ഈ സ്കൂളിന് 25 വർഷമായിട്ട് സ്വന്തമായിട്ടൊരു ഹോസ്റ്റൽ ഇല്ല. ഈ വർഷത്തെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു എയിമാണ് സ്കൂളിന് ഒരു നല്ല ഹോസ്റ്റൽ കെട്ടിപ്പടുക്കുക എന്നുള്ളത്. ഇന്ന് ഹയർ സെക്കൻഡറി രംഗത്ത് നല്ല രീതിയിൽ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ എൻട്രൻസിനുള്ള സൗകര്യങ്ങളെ പറ്റി ആരായുന്നുണ്ട്. അപ്പോ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ ഒരു സംയോജിത എൻട്രൻസ് പരിശീലന കേന്ദ്രമായിട്ട് കൂടെ സ്കൂളിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടതായ ഊന്നൽ നൽകുന്നുണ്ട്. കായിക രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കുറെയൊക്കെ സ്കൂളിലുണ്ട്. എങ്കിൽ പോലും ഈ സൗകര്യങ്ങൾ കൂടുതൽ വികസിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സ്കൂളിന് ഒരു സ്കൂൾ ബാൻഡ് ഉടനെ തന്നെ ആരംഭിക്കാനുള്ള ആ ഒരു ഉദ്ദേശവും ഈ സിൽവർ ജൂബിലി ഇയറിലുണ്ട്. പെൺകുട്ടികൾക്കായിട്ടൊരു പ്രത്യേക NCC യൂണിറ്റ് തുടങ്ങാൻ ഉള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണത്. താമസിയാതെ അത് ഒരു യാഥാർത്ഥ്യമാകുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് സാംസ്കാരിക മേളകൾ സംഘടിപ്പിക്കുന്നതാണ്. മാർ ബസേലിയോസ് റോഡ്, സ്കൂളിലേക്കുള്ള നല്ല ഒരു റോഡ് ഇപ്പോൾ ഉള്ള സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി ഇരുവശത്തും എല്ലാവർക്കും വന്ന് ഇരുന്ന് കാറ്റുകൊണ്ടൊക്കെ ആസ്വദിക്കാവുന്ന രീതിയിൽ ഒരു മെച്ചപ്പെട്ട സംവിധാനമായിട്ട് 4 മണിക്കാറ്റൊക്കെ പോലെ വികസിപ്പിച്ചെടുക്കുന്നതിനെ പറ്റി ഒരു സ്വപ്നമുണ്ട്. അതോടൊപ്പം ഈ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച് നമ്മുടെ സ്കൂളിന് നേരെ മുമ്പിൽ കൊല്ലാട്ടേക്കുള്ള റോഡിൽ, കഞ്ഞിക്കുഴിയിൽ നിന്ന് ദേവലോകം വഴി കൊല്ലാട്ടിന് പോകുമ്പോൾ സ്കൂളിന്റെ മുമ്പിൽ ഒരു ബസ് സ്റ്റോപ്പ് അനുവദിപ്പിച്ച് കിട്ടാനുള്ള നടപടികൾ, സിൽവർ ജൂബിലി ബസ് സ്റ്റോപ്പ് എന്ന് അതിന് നാമകരണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഒരു നല്ല കോൺഫറൻസ് ഹാൾ, ചെറിയ സൗകര്യങ്ങളുള്ള ഓഡിയോ വീഡിയോ സൗകര്യങ്ങളുള്ള ഹോൾ ഉണ്ടെങ്കിലും ഈ സിൽവർ ജൂബിലി ആഘോഷങ്ങളെ ഒന്ന് മാർക്ക് ചെയ്യത്തക്ക രീതിയിൽ വളരെ സൗകര്യങ്ങളുള്ള ഒരു സിൽവർ ജൂബിലി കോൺഫറൻസ് ഹാൾ ഈ വർഷം തന്നെ പൂർത്തിയാക്കണം എന്നുള്ളതും ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് ഈ ജൂബിലി വർഷത്തോടനുബന്ധിച്ചിട്ടുള്ള ഞങ്ങളുടെ സ്വപ്നങ്ങൾ. അതൊക്കെ യാഥാർത്ഥ്യത്തിൽ കലാശിക്കണം, എത്തിച്ചേരണം. അതിനെല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാവണം. ഈ കാര്യങ്ങൾക്കൊക്കെ നല്ല കവറേജ് ലഭിക്കുവാനായിട്ട് നിങ്ങളൊക്കെ സഹകരിക്കണം. അതോടൊപ്പം ഈ ഉദ്ഘാടന വേളയിൽ വരുന്ന 6-ാം തീയതി ശനിയാഴ്ച 2:30 മണിക്ക് സ്കൂളിൽ നടക്കുന്ന ഈ പ്രധാനപ്പെട്ട ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യും. ഇപ്പോ സ്കൂളിന്റെ പ്രഗത്ഭയായ പ്രിൻസിപ്പൽ ശ്രീമതി ലിനി എബ്രഹാം നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. കോട്ടയം ജില്ലയിലെ മികച്ച വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന മാർ ബസേലിയസിന് 25 വയസ്സ് പൂർത്തീകരിക്കാൻ പോവുകയാണല്ലോ. ഈ അവസരത്തിൽ സ്കൂളിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കട്ടെ. കലാകായിക രംഗങ്ങളിൽ മികച്ച പരിശീലനം നൽകുന്നതിനോടൊപ്പം അടുത്ത തലമുറയെ ലോകത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കത്തക്ക രീതിയിൽ റോബോട്ടിക്സിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും പരിശീലനം നൽകുന്നതിന് വേണ്ടി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന അടൽ ടിങ്കറിംഗ് റോബോട്ടിക്സ് ലാബിന്റെ സഹായത്തോടുകൂടി സീനിയർ സ്കൂൾ സ്റ്റുഡൻസിന് റോബോട്ടിക്സിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും അതൊരു കോർ സബ്ജക്റ്റ് ആയിട്ട്
മാർ ബസേലിയസ് പബ്ലിക് സ്കൂളിൽ പരിശീലനം നൽകുന്നു. അത് കോട്ടയം ജില്ലയിലെ തന്നെ വിരലിൽ എണ്ണാവുന്ന സ്കൂളുകളിൽ മാത്രമുള്ള സൗകര്യമാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആ സ്കൂളിന്റെ വിദ്യാഭ്യാസ നിലവാരമാണ്. അതിന്റെ തെളിവായി ഞങ്ങൾക്ക് സമൂഹത്തിന് മുന്നിൽ കാഴ്ചവെക്കാനുള്ളത് ഇത്രയും വർഷത്തെ ബോർഡ് എക്സാം റിസൾട്ടാണ്. ദേശീയ തലത്തിൽ റാങ്ക് ഉൾപ്പെടെ ഇതുവരെയുള്ള റിസൾട്ടിൽ ഞങ്ങൾക്ക് അഭിമാന പുരസ്കാരം പറയാൻ പറ്റും. മാർ ബസേലിയസ് പബ്ലിക് സ്കൂളിൽ ഉന്നത വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന സ്കൂളാണെന്ന്. ദേശീയ തലത്തിൽ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ ദേശീയ തലത്തിൽ 4ാമത്തെ റാങ്കും തിരുവനന്തപുരം CBSE റീജിയണൽ 3ാം സ്ഥാനത്തും വെറും 3 മാർക്ക് മാത്രം നഷ്ടപ്പെട്ട് നമ്മളുടെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 500-ൽ 497 മാർക്കാണ്. അതിന് തൊട്ടടുത്ത് 596 മാർക്ക് കരസ്ഥമാക്കി അടുത്ത ആളുമുണ്ട്. അങ്ങനെ എഴുതിയ ബോർഡ് എക്സാം റിസൾട്ട് നോക്കുകയാണെങ്കിൽ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളിലും 50%-ലധികം കുട്ടികൾക്കും 90%-ലധികം മാർക്ക് കരസ്ഥമാക്കിയാണ് ഈ പ്രാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ മികച്ച റിസൾട്ട് ലഭിച്ചിരിക്കുന്നു. ഈ മാർ ബസേലിയസ് സ്കൂളിന്റെ ജൂബിലി വർഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന ശനിയാഴ്ച 2:30 മണിക്കുള്ള മീറ്റിംഗിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ പേരിലും സ്റ്റാഫിന്റെ പേരിലും ഞങ്ങൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ പേരിലും ഓരോരുത്തരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങളെ ഓരോരുത്തരോടുമുള്ള നന്ദിയും ഒറ്റവാക്കിൽ രേഖപ്പെടുത്തി നിർത്തുന്നു. നമസ്കാരം.